വിശുദ്ധ റമളാനിന്റെ അവസാന സമയങ്ങളിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നിർബന്ധമായ മറ്റൊരു കാര്യമാണ് ഫിത്തുർ സക്കാത്ത് എന്നത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, റമളാനിലെ നോമ്പുകൾ ആകാശഭൂമികൾക്കിടയിൽ തടയപ്പെടുന്നതാണ്. ഫിത്തുർ സക്കാത്ത് കൊടുക്കുന്ന സമയം അവകൾക്ക് പച്ച ചിറകൾ വെക്കുകയും അള്ളാഹുവിന്റെ അർശിലേക്ക് അവകൾ എത്തുകയും അവിടെയുള്ള വിളക്കുകളിൽ നിക്ഷേപിക്കാൻ വേണ്ടി പറയുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. നിസ്കാരങ്ങളിൽ സംഭവിക്കുന്ന പിഴവുകൾ നികത്താൻ വേണ്ടി സഹുവിന്റെ സുജൂദ് ഉള്ളതുപോലെ നോമ്പിൽ സംഭവിച്ചു പോയ പിഴവുകൾ നികത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെയാണ് ഫിത്ർ സക്കാത്ത് എന്നത് കിതാബുകളിൽ കാണാൻ പറ്റുന്നതാണ്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നിർബന്ധമായ ഒരു അമലാണ് ഫിത്തുർ സക്കാത്ത് എന്നത്. ആർക്കാണ് ഫിത്തുർ സക്കാത്ത് നിർബന്ധമാവുന്നത്? തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും പെരുന്നാൾ ദിവസത്തിനാവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവകൾ കഴിച്ച് മിച്ചം വരുന്നവരാരുണ്ടോ അവർക്കെല്ലാം ഫിത്തുർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. കൊടുക്കുന്നവനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ്? ആദ്യ നിബന്ധന മുസ്ലിം ആവുക എന്നത് തന്നെയാണ്. കാഫിറിന്റെ മേലിൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല. രണ്ടാമത്തത് റമളാനിന്റെ അവസാന സമയവും ഷവ്വാലിന്റെ ആദ്യ സമയവും ഉണ്ടായിരിക്കുക എന്നതാണ്. റമളാനിന്റെ സൂര്യൻ അസ്തമിച്ച ശേഷം ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ മേലിലും സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ മേലിലും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. നേരെ മറിച്ച് സൂര്യൻ അസ്തമിച്ച ശേഷം ഒരു കുട്ടി ജനിച്ചാൽ, സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുന്നേ ഒരാൾ മരണപ്പെട്ടാൽ ഫിത്ർ സക്കാത്ത് നിർബന്ധം ഇല്ല. എന്താണ് കൊടുക്കേണ്ടത്? ആരുടെ പേരിലാണോ കൊടുക്കുന്നത് അവരുടെ നാട്ടിലെ മുഖ്യ ആഹാരമാണ് ഫിത്ർ സക്കാത്തായി കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അരിയാണ് മുഖ്യ ആഹാരം. പണം കൊടുത്താൽ മതിയാവുന്നതല്ല. അത് നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ നാട്ടിലെ മുഖ്യ ആഹാരമാണ് അവിടെ ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. എത്രയാണ് കൊടുക്കേണ്ടത്? ഒരു സ്വ ആണ് ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ടത്. ഒരു സ്വ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഈ കാണുന്നതാണ് ഒരു മുദ്ദ് പാത്രം. ഈ മുദ്ദ് പാത്രത്തിൽ നിറച്ച് വെച്ചിട്ട് ശേഷം ഇതുപോലത്തെ ഒരു പൈപ്പോ അതുപോലത്തെ ഒരു വടിയോ കൃത്യമായൊരു പൈപ്പ് എടുത്തിട്ട് ഈ ഒരു അളവിൽ കൃത്യം അങ്ങ് വടിച്ചു കഴിഞ്ഞാൽ ഈ കിട്ടുന്നതാണ് ഒരു മുദ്ദ് എന്ന് പറയുന്നത്. ഇതേ പ്രകാരമുള്ള 4 മുദ്ദാണ് ഒരു സ്വ. അതാണ് ഒരാളെ മേൽ കൊടുക്കേണ്ടത്. ഈ പാത്രം വിപണിയിൽ കിട്ടും, ആവശ്യക്കാർക്ക് നമ്മോട് ബന്ധപ്പെടാവുന്നതാണ്. ഇതുണ്ട് എങ്കിൽ അളവ് കൃത്യമായിരിക്കും, ആ ഒരു റാഹത്ത് നമുക്ക് കിട്ടും. ഇനി ഇതിന് കഴിയാത്ത ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കിലോന് എത്രയെന്ന്. ആ കിലോൻ എന്നത് എവിടെയും പറയുന്നില്ല. പക്ഷേ അളവിന്റെ കാര്യത്തിൽ പറയുന്നത് 3200 ലിറ്റർ ആണ് എന്നതാണ് കിതാബുകളിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ തൂക്കത്തിൽ കൊടുക്കുമ്പോൾ 3200 ലിറ്ററിൽ കുറയാത്തത് കൊടുക്കുക എന്നതാണ് നമ്മുടെ രീതി. 2500 അതേ പ്രകാരം തന്നെ 3 വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കാണിക്കാറുണ്ട്. അത് ചില അരികളുടെ തൂക്കത്തിലും വലുപ്പത്തിലും ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസമുള്ളത് കൊണ്ട് ഉണക്കത്തിലും അതേ പ്രകാരം തന്നെ അതിന്റെ വലുപ്പം, തടി എന്നതിലൊക്കെ വ്യത്യാസപ്പെടുന്നത് കൊണ്ട് തൂക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. അതുകൊണ്ടാണ് 2500 മുതൽ 800, 600 അങ്ങനെയൊക്കെ വരാറുണ്ട്. 3 വരെ പല അരികളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ തൂക്കി കൊടുക്കുന്ന ആളുകൾ, ഇങ്ങനെ അളവ് പാത്രം ഒന്നും എന്നെ കൊണ്ട് വാങ്ങാൻ കഴിയില്ല എന്നുള്ള ചിന്ത ഉണ്ട് എങ്കിൽ, തൂക്കി കൊടുക്കുന്ന ആളുകളാണ് എങ്കിൽ എന്ത് ചെയ്യണം? ഈ 3200 ലിറ്ററിൽ കുറയാത്തത് കൊടുക്കാൻ വേണ്ടി നമ്മൾ സന്നദ്ധരാവണം. എപ്പോഴാണ് ഇത് കൊടുക്കേണ്ടത്? കൊടുക്കുമ്പോൾ അനുവദനീയമായ സമയങ്ങളുണ്ട്, നിർബന്ധമായ സമയമുണ്ട്, അതേ പ്രകാരം തന്നെ ഏറ്റവും പുണ്യകരമായ സമയമുണ്ട്, അതേ പ്രകാരം കറാഹത്തായ സമയമുണ്ട്, ഹറാമായ സമയമുണ്ട്. റമളാനിന്റെ 1 മുതൽ ഇത് കൊടുക്കൽ അനുവദനീയമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അനുവദനീയമായ സമയം. റമളാനിന്റെ 1 മുതൽ കൊടുക്കാം. പക്ഷെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഷവ്വാലിന്റെ മാസപ്പിറവി കാണുമ്പം അഥവാ റമളാനിന്റെ അവസാനത്തെ സമയവും ഷവ്വാലിന്റെ ആദ്യ സമയവും ഫിത്ർ സക്കാത്ത് കൊടുത്തവനും വാങ്ങിയവനും ഇരുപേരും
ഇതേ ക്വാളിറ്റിയിൽ തന്നെ ആയിരിക്കണം, വാങ്ങാനും കൊടുക്കാനും കഴിവുള്ളവനായിരിക്കണം എന്നർത്ഥം. റമളാനിന്റെ അവസാന സൂര്യൻ അസ്തമിച്ച സമയം മുതലാണ് നിർബന്ധമായ സമയം എന്ന് പറയുന്നത്. പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയം കൊടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സമയം. ഒരു കാരണവുമില്ലാതെ ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ കറാഹത്താണ്. ഇനി പെരുന്നാളിന്റെ ദിവസത്തെ തൊട്ട് പിന്തിക്കലോ അത് ഹറാമുമാണ്. ഇനി നമുക്ക് ഏറ്റവും നല്ലത് ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ തൊട്ട് മുന്നേ ഉള്ള സമയത്ത് കൊടുക്കലാണ്. ആർക്കാണിത് കൊടുക്കേണ്ടത്? ഫക്കീർ, മിസ്കീന്, കടം കൊണ്ട് വലഞ്ഞവൻ, പൊതുവിശ്വാസി. ഈ 4 ആളുകളാണ് ഇപ്പൊ പ്രോപ്പറായിട്ട് നമ്മുടെ നാടുകളിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് ആർക്കും നമുക്ക് കൊടുക്കാവുന്നതാണ്. അതേ പ്രകാരം ഈ വിഷയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ഒന്നിരിക്കൽ ഇത് നമ്മൾ അളന്നെടുക്കുന്ന സമയത്ത്, ഇപ്പോൾ അരി ചാക്കിൽ നിന്ന് അളന്നെടുക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ നിയ്യത്ത് ചെയ്യുക, അല്ല എങ്കിൽ ഇത് ഓരോ കവറിലാക്കി നമ്മളത് ഓരോ ആളുകളെ കയ്യിൽ കൊടുക്കുന്ന സമയത്തെങ്കിലും നിയ്യത്ത് ചെയ്യുക. ഈ രണ്ടാലൊരു സമയത്ത് നിയ്യത്ത് ചെയ്യുക എന്നത് നിർബന്ധമായ കാര്യമാണ്. നിയ്യത്തില്ലാതെ നമ്മൾ എത്ര വാരിക്കോരി കൊടുത്തിട്ടും കാര്യമില്ല, ഇത് വീടുന്നതല്ല. നിയ്യത്ത് എന്താണ്? എന്റെയും എന്റെ മേലിൽ ചെലവിന് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഫിത്ർ സക്കാത്ത് ആകുന്നു ഇത് എന്ന നിയ്യത്ത്, ഉള്ളിൽ കരുത്തുള്ള ആ ഒരു കരുതലാണ് ഉള്ളിൽ വേണ്ടത്. അപ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ പൂർണ്ണമാവുന്നത്. ആകയാൽ ഫിത്ർ സക്കാത്ത് ഓരോ മുസ്ലിമിന്റെ മേലിലും നിർബന്ധമാണ്. കൊടുക്കാൻ വിട്ടുപോകരുത്. നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട അമലാണ്. ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ അവിടെ മറുപടി നൽകും. അല്ലെങ്കിൽ ഞാനുമായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.